പാൽ, തൈര്, നെയ്യ്, ലസ്സി, പ്രോബയോട്ടിക് അങ്ങനെ ഡയറി പ്രോഡക്ട്സ് എന്തുമായിക്കോട്ടെ മലയാളികൾക്ക് മുരള്യയുണ്ട്. ഇവിടെ പശു വളർത്തൽ മുതൽ എല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ. ഫുള്ളി ഓട്ടോമേറ്റഡ് ആയ കേരളത്തിലെ ആദ്യ ഡയറി പ്ലാന്റ്. ഉൽപാദന ശേഷി പ്രതിദിനം 2 ലക്ഷം ലിറ്റർ. മികച്ച ഗുണനിലവാരം ഉറപ്പുവരുത്താനായി വിട്ടുവീഴ്ചയില്ലാത്ത പരിശോധനകളും അത്യാധുനിക സൗകര്യങ്ങളും. നമ്മുടെ കൈകളിലേക്ക് മുരള്യയുടെ ഉൽപ്പന്നങ്ങൾ എത്തുന്നത് എങ്ങനെയാണ് കണ്ടുവരാം. നമ്മളിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം കാട്ടാക്കടയിലുള്ള മുരള്യ ഡയറി പ്ലാന്റിലാണ്. ലോകോത്തര പാലുൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ എത്തിക്കണം, കേരളത്തിൽ എത്തിക്കണം. ഈ ലക്ഷ്യത്തോടെ UAE ആസ്ഥാനമായുള്ള SFC ഗ്രൂപ്പ് ചെയർമാൻ K. മുരളീധരൻ സ്ഥാപിച്ചതാണ് മുരള്യ. ഇവിടേക്ക് തമിഴ്നാട്ടിലെ മുരള്യയുടെ സ്വന്തം ഫാമിൽ നിന്ന് പാലെത്തുന്നു. തെങ്കാശിയിൽ 500 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ഫാം. മികച്ച ജനിതക ഗുണങ്ങളും ഉൽപാദനക്ഷമതയുമുള്ള പശുക്കൾ ഇവിടെയുണ്ട്. ഫാമിൽ മനുഷ്യസ്പർശം ഏൽക്കാതെ യന്ത്രം ഉപയോഗിച്ചാണ് കറന്നെടുക്കുന്ന പാൽ ചില്ലറിലേക്ക് മാറ്റുന്നു. പശുക്കൾക്ക് കഴിക്കാൻ ചോളം ഫാമിനടുത്തു തന്നെ കൃഷി ചെയ്യുന്നുമുണ്ട്. ഇതിനു പുറമെ സമീപ ഗ്രാമങ്ങളിലെ 8000-ഓളം കർഷകരിൽ നിന്നും ഗുണനിലവാരം ഉറപ്പാക്കി പാൽ ശേഖരിക്കുന്നുമുണ്ട്. കർഷകർക്ക് ഗുണനിലവാരമുള്ള പരിശുദ്ധമായ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിനാവശ്യമായ സാങ്കേതിക ഉപദേശങ്ങളും പരിശീലനവും നൽകുന്നു. അതിനു പുറമെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് പശുക്കൾക്കാവശ്യമായ സമീകൃത തീറ്റയും ധാതു ലവണ മിശ്രിതവും നൽകി വരുന്നുമുണ്ട്. ഇവിടെ ഡയറിയിലെത്തുന്ന പാൽ ആദ്യം പരിശോധിക്കും. അതിനുശേഷം മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുള്ളൂ. ക്വാളിറ്റി ചെക്കിംഗ് കഴിഞ്ഞ പാൽ ശീതീകരിച്ച് സ്റ്റോറേജ് ടാങ്കറുകളിലേക്ക് മാറ്റും. ഈ സൈലോസിലെത്തുന്ന പാൽ വീണ്ടും ക്വാളിറ്റി ചെക്ക് നടത്തുന്നുണ്ട്. ഇങ്ങനെ ഓരോ സ്റ്റേജിലും ഗുണനിലവാരം ഉറപ്പുവരുത്തും. ഇനി പ്ലാന്റിനുള്ളിലേക്ക് കടക്കാം. അതിനു മുൻപ് സാനിറ്റൈസേഷൻ മസ്റ്റാണ്. അതുതാ ഇവിടെയാണ്. ഡയറി പ്ലാന്റിന്റെ ഉൾവശമാണിത്. എങ്ങോട്ട് നോക്കിയാലും മെഷീൻസ്. എ ക്ലീൻ ആൻഡ് നീറ്റ് പ്ലാന്റ്. ആദ്യം നമുക്ക് ക്വാളിറ്റി കൺട്രോൾ ലാബിലേക്ക് തന്നെ പോകാം. ഇവിടെയാണ് പരിശോധനകൾ നടക്കുന്നത്. മുരള്യയുടെ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മളിലേക്ക് എത്തുന്നതിന് മുൻപ് 50ഓളം ക്വാളിറ്റി ചെക്ക് പാസ്സായിരിക്കണം. വൺസ് നമ്മുടെ ടാഗ് വന്ന് സീൽ ഉണ്ടാകുന്ന നോക്കും. വരുന്ന വഴിക്ക് എന്തെങ്കിലും മാൽ പ്രാക്ടീസ് എന്തെങ്കിലും നടക്കണം. അതിനാണ് ഓൾ ടാങ്കേഴ്സ് വരുന്ന ടാങ്കർ എല്ലാം സീലായിരിക്കും. ഈ ബേസിക് ടെസ്റ്റിംഗ് പാരാമീറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ മാത്രം തന്നെ ടാങ്കർ അൺലോഡിങ് പെർമിഷൻ കൊടുക്കും. ടാങ്കർ അൺലോഡിങ് വന്ന് നമ്മൾ മാനുവലായി പറയാറില്ല. ഇതെല്ലാം ഓൺലൈനാണ്. ആഫ്റ്റർ അൺലോഡിങ് ദ ടാങ്കേഴ്സ് ചില്ലിങ് ആയിട്ട് ടാങ്കിൽ പോയി കിട്ടും. വൺസ് അവിടെ നിന്ന് തിരിച്ച് സാമ്പിൾ എടുത്തിട്ട് തിരിച്ച് വിൽ ഗോ ഫോർ ടെസ്റ്റിംഗ്. ആൻഡ് ആഫ്റ്റർ പ്രോസസ്സിംഗ് ബിഫോർ പാക്കിംഗ് ഓൾസോ they'll give a sample. If it's okay only, they'll allow for packing. After packing, it is under QA hold only. Everything is okay only, the clearance will be given for dispatch. പിന്നെ അതായത് പ്രോഡക്റ്റിന് നമ്മൾ പോകുമ്പോൾ ആസ് പെർ FSSAI റിക്വയർമെൻറ്റ് അത് ടെസ്റ്റ് ചെയ്ത് പോകുമ്പോൾ ഇപ്പോൾ ഗീ വെച്ച ആസ് പെർ അഗ്മ റിക്വയർമെൻറ്റ് അത് മാച്ചിങ് ആണെങ്കിൽ മാത്രം തന്നെ ഫില്ലിംഗ് കൊടുക്കാറുണ്ട്. പിന്നെ മിൽക്ക് ഓർ മിൽക്ക് പ്രോഡക്ട്സ്, ഫെർമെൻറ്റഡ് പ്രോഡക്ട്സ്, കേർഡ്, പ്രോബയോട്ടിക് കേർഡ്, യോഗേർട്ട്, ലസ്സി, സംഭാരം ഇതെല്ലാം വന്ന് അതായത് FSSAI റിക്വയർമെൻറ്റ് മാച്ചിങ് മാത്രം തന്നെ നെക്സ്റ്റ് നമ്മൾ പാക്കിംഗ് കൊടുക്കാറുണ്ട്. നമ്മുടെ മിൽക്ക് എടുത്താൽ മിൽക്ക് നമ്മുടെ പ്രോസസ് മിൽക്ക്, ടോൺഡ് മിൽക്കോ സ്റ്റാൻഡേർഡ്സ് മിൽക്ക് ടെസ്റ്റിംഗ് വെച്ചാൽ നമ്മൾ ഫാറ്റ് ടെസ്റ്റിനഫ് ആസ് പെർ FSSAI മാച്ചിങ് നോക്കും. സെക്കൻഡ് നമ്മുടെ ഇറ്റ് ഇസ് എ പാക്കറ്റ് മിൽക്ക് ഓർ ബോട്ടിൽ മിൽക്ക് ആയതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി ഹോമോജനൈസ്ഡ്. ദറ്റ് ഹോമോജനൈസേഷൻ പാരാമീറ്റേഴ്സ് ആൻഡ് പാസ്റ്റേഴ്സ് ടെസ്റ്റ് വെച്ചാൽ നമ്മുടെ പാസ്റ്ററൈസേഷൻ കറക്റ്റായിട്ടുണ്ടോ അതിൻ്റെ ടെസ്റ്റ് നോക്കി തന്നെ MBRT ക്വാളിറ്റി ആഫ്റ്റർ 6 to 7 hours when it's okay only we'll send for dispatch. This is basic for milk. And this yogurt, these things and all, we have their specification as per the FSSAI requirement for fat and SNF. These are being tested. Once it's okay, and again the microbiology standards for all these products, milk or fermented products, these all we have a microbiology standards that should be fulfilled for this as per the requirement. Quality checking കഴിഞ്ഞ പാൽ ഇനി ഏതൊക്കെ സ്റ്റേജുകളിലൂടെയാണ് പോകുന്നതെന്ന് അറിയണ്ടേ? ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഈ പ്ലാന്റിൽ മനുഷ്യസ്പർശം ഏൽക്കാതെ എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. After getting quality clearance, milk will be getting unloaded in silo, and our silo capacity we have 1,40,000 liters. So after receiving here, we will take to the first section is pasteurization. Pasteurization will take place heating the milk up to 82 degree temperature and chilling the milk 4 degree. And after heating, this will going for cream separation. So whatever the fat, the government declaring fat percentage, high fat milk, low fat milk and tone milk, like that government is setting standard. So accordingly tone milk means 3% fat and 8.5% SNF we have to maintain.
So we'll remove whatever the cream excess we will remove. So after that, milk will pass through the homogenizer. So this is high precision machine. That's what our milk is very premium and creamy texture we are getting from our homogenizer. So after homogenization, milk will come for pasteurization. 82 degree it is heated and holding 15 seconds for 82 degree temperature. Then it is getting chilled to 4 degree. So after chilling here, this is going to the overhead tank. We have two sections. One is raw milk, another one is processed milk. So after processing, it is going to the overhead tank, HMST. ഈ പ്രോസസ്സുകളെല്ലാം കഴിഞ്ഞാൽ പാൽ ദാ ഈ സൈലോസിലേക്ക് എത്തും. അതിനുശേഷം പാക്കിംഗ്. അപ്പോഴേക്കും ഇതുവരെയുള്ള എല്ലാ മെഷീനുകളും സ്റ്റെറിലൈസ് ചെയ്തിരിക്കും. അതിനുശേഷം മാത്രമേ അടുത്ത സെറ്റ് പ്രോസസ്സ് തുടങ്ങുകയുള്ളൂ. നമ്മൾ പണ്ടൊക്കെ കവറുകളിലാണ് പാൽ വാങ്ങിയിരുന്നത്. മുരള്ളിയ പാൽ വന്നതിനു ശേഷമാണ് നമ്മൾ കുപ്പികളിൽ പാൽ പാക്ക് ചെയ്തു വരുന്നത് കണ്ടത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി പെറ്റ് ബോട്ടിലിൽ ഫ്രഷ് പാൽ വിതരണം തുടങ്ങിയത് മുരള്ളിയയാണ്. ഇവിടെ ഇൻഹൗസായി ബോട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. പ്രീഫോം ഇറക്കുമതി ചെയ്ത ശേഷം ബ്ലോ മോൾഡിങ്ങിലൂടെ പെറ്റ് ബോട്ടിലുകൾ നിർമ്മിക്കുന്നു. ദാ ഈ മെഷീനിൽ 150 മുതൽ 200 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ഈ പ്രീഫോം ബ്ലോ ചെയ്യുന്നു. കുപ്പികൾ നിർമ്മിക്കുന്നു. ഈ കുപ്പികൾ ഇനി ക്ലീനിങ്ങിലേക്ക് പോകും. അതും മെഷീൻ തന്നെ ചെയ്തോളും. ക്ലീനിങ്ങിന് ശേഷം ഫില്ലിംഗ്. കുപ്പികളിൽ പാൽ നിറയ്ക്കുന്നു. പിന്നെ ദാ ക്യാപ്പിംഗ്. ഇതിനുശേഷം ലേബലിംഗ്. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ കടകളിൽ കാണുന്ന പോലെ കുപ്പികൾ റെഡി. 12 കുപ്പികൾ ചേർന്നാണ് ഒരു പാക്ക് ആകുന്നത്. അങ്ങനെ പാക്ക് ചെയ്ത് പുറത്തേക്ക് മാറ്റും. ഇവിടെയാണ് സാഷേ പാക്കിംഗ്. 1 മിനിറ്റിൽ ഒരു മെഷീനിൽ 80 സാഷേകൾ ഇവിടെ പാക്ക് ചെയ്യുന്നുണ്ട്. പാൽ മാത്രമല്ല, തൈര്, നെയ്യ്, പ്രോബയോട്ടിക് കേട് എല്ലാം ഇവിടെ പ്രൊഡക്ഷൻ ഉണ്ട്. ദഹനവും കുടലിന്റെ ആരോഗ്യവും മെച്ചപ്പെടുത്തുന്ന LGG അടങ്ങിയ കേരളത്തിലെ ആദ്യ പ്രോബയോട്ടിക് കേട് മുരള്ളിയുടേതാണ്. In this factory, we are manufacturing toned milk, then full cream milk, yogurt, all the fruit yogurts, 3 flavors we have, then sambaram. So we are manufacturing this much product, and recently we are going to launch peach yogurt. We are going to establish one more dairy in our Angamalli KSIDC park. 2 lakh liter capacity per day, processing capacity, and packing capacity also 2 lakh liter per day. Across the Kerala, Angamalli plant will be going to cover. ഡയറി പ്ലാന്റിലേക്ക് പാൽ എത്തുന്നത് മുതൽ ദാ പാക്ക് ചെയ്ത് വരുന്നത് വരെ നമ്മൾ എല്ലാം കണ്ടു. ഒരൊറ്റ സ്റ്റേജിൽ പോലും മനുഷ്യസ്പർശമില്ല. ഇവിടെ മനുഷ്യരുടെ ഡ്യൂട്ടി മെഷീനുകളെ കൺട്രോൾ ചെയ്യുക എന്നത് മാത്രമാണ്. അതായത് പാൽ കറന്നെടുക്കുന്നത് മുതൽ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെ ഹോൾ ചെയിൻ നെറ്റ്വർക്ക് പെർഫെക്റ്റ് ആയി പാലിക്കപ്പെടുന്നു. ഓരോ ഘട്ടങ്ങളിലും ക്വാളിറ്റി ചെക്കിംഗ് കഴിഞ്ഞ ശേഷമാണ് നമ്മളിലേക്ക് മുരള്ളിയുടെ പ്രോഡക്റ്റുകൾ എത്തുന്നത്. കർഷകരിൽ നിന്ന് പാൽ ശേഖരിക്കുമ്പോഴും ചില്ലറുകളിലും ദാ ഇവിടെ പ്ലാന്റിൽ എത്തുമ്പോഴും വിവിധ പ്രോസസ്സുകളുടെ ഓരോ സ്റ്റേജിനും വരെ പരിശോധനയുണ്ട്. ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. അതുതന്നെയാണ് മുരള്ളിയെ അതിവേഗം വളരുന്ന ഡയറി ബ്രാൻഡാക്കി മാറ്റിയത്, ജനങ്ങളുടെ ഫേവറേറ്റ് ആക്കിയത്.